സക്സസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. പക്ഷെ അതിൽ എത്തേണ്ട ടൈം ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. ചില ആൾക്കാർ പെട്ടെന്ന് എത്തും. അതിലർത്ഥം നമുക്ക് കഴിവുള്ളതുകൊണ്ട് പെട്ടെന്ന് എത്തി അല്ലെങ്കിൽ കഴിവില്ലാത്തതുകൊണ്ട് എത്തിയില്ല, അതല്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഡ്രീമിലേക്ക് എത്താൻ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ കുറച്ച് സാക്രിഫൈസസ് ഉണ്ടാവും. മനസ്സിലാക്കുക, ഞാനിപ്പോൾ 5 വർഷം സാക്രിഫൈസ് ചെയ്തു. പക്ഷേ ആ ഓരോ വർഷവും ഞാൻ അനുഭവിച്ച പ്രഷർ, ഈവൻ 4 തവണ തോറ്റു, 5ാമത്തെ തവണ സിവിൽ സർവീസ് പ്രിലിംസും മെയിൻസും എഴുതി ഇൻ്റർവ്യൂവിന് പോയിട്ട് പിന്നെയും തോറ്റു. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആ ട്രോമ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ലൈഫിൻ്റെ അത്രയും എൻഡ് കണ്ടിട്ടാണ് ഞാൻ പിന്നെ എത്തിയത്. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ അനുഭവിക്കുന്ന ട്രോമ വളരെ വലുതാണ്. പക്ഷേ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ട്രോമയെല്ലാം ഞാൻ ഓവർകം ചെയ്തതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇൻ കേസ് അതിൽ വീണ് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ എത്തത്തില്ല. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ഈ 5 വർഷമുള്ള എല്ലാ ട്രോമയും മാറിപ്പോയി അല്ലേ? അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അവിടെ എത്തുമ്പോൾ ആ പാതകൾ വളരെ ബുദ്ധിമുട്ടതായിരിക്കും. അതിന് സാക്രിഫൈസ് ഉണ്ടാവും, വിഷമം ഉണ്ടാവും, ട്രോമ ഉണ്ടാവും, സോഷ്യൽ പ്രഷർ ഉണ്ടാവും, കുറ്റങ്ങൾ കേൾക്കേണ്ടി വരും, ഡെസ്പറേഷൻസ് ഉണ്ടാവും, ഡിപ്രഷൻസ് ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മളെ ഇതൊന്നും ബാധിക്കരുത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പോകുന്ന പാതയുടെ അങ്ങേയറ്റത്ത് ഒരു സക്സസ് ഉണ്ട്.